രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 214 വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. മദീനയുടെ ശാന്തമായ രാത്രികൾ. പക്ഷേ ആ ശാന്തതയുടെ പിന്നിൽ അസ്വസ്ഥമായ ഹൃദയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് എല്ലാം വിട്ടു പുറപ്പെട്ടവരാണവർ. മദീനയിലെത്തിയപ്പോൾ അവർ വിചാരിച്ചത് ഇനി നമുക്ക് സമാധാനം കിട്ടുമെന്നാണ്. പക്ഷേ പരീക്ഷണങ്ങൾ പിന്നെയും തുടർന്നു. ദാരിദ്ര്യം അവരുടെ വാതിലുകൾ തട്ടിക്കൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ഭീഷണി ആകാശത്തിൽ മിന്നലായി തെളിഞ്ഞു. മുനാഫിക്കുകളുടെ ശല്യം വേറെയും. വിശ്വാസികൾ മദീനയിലെത്തിയ ശേഷം നിരവധി പരീക്ഷണങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ വചനമിറങ്ങിയത്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കരുതുന്നുവോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവർക്ക് വന്നതുപോലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. ദാരിദ്ര്യവും ദുരിതവും അവരെ ബാധിച്ചു. അവർ ശക്തമായി കുലുക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം എപ്പോൾ? ശ്രദ്ധിക്കൂ, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം സമീപത്തിലാണ്. അപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കി, സ്വർഗം ഒരു സ്വപ്നമല്ല, പരീക്ഷണങ്ങളുടെ വഴിയിലൂടെ കടന്നുപോകുന്ന ഒരു യാത്രയാണ്. ഇതൊരു ചരിത്രം മാത്രമല്ല, ഇതോരോ കാലത്തും പരീക്ഷണങ്ങളിൽ വിറങ്ങലിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസവാക്യമാണ്.